വൈകിട്ട് വീട്ടിലിരുന്ന് പ്രൊജക്ട് ചെയ്യൽ മേരി കാണുമ്പോഴാണ് ചുമ്മാ ഒന്ന് പുറത്തോട്ടിറങ്ങിയാലോ എന്നുള്ള ഒരു ആലോചന വന്നത്. പിന്നൊന്നും നോക്കിയില്ല, നേരെ ശബരിനെ വിളിച്ചപ്പോൾ ചെക്കൻ റെഡി. നേരെ റെഡിയായി ശബര റൂമിലോട്ട് അങ്ങ് എത്തി. ആക്ഷൻ. കളഞ്ഞി അടിവാതിലും തുറന്ന് വന്നിരിക്കണം കടവാവില്. പോണത് എങ്ങോട്ടാന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ, അല്ലെങ്കിൽ വേണ്ട, ചെല്ലുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ലുലുവിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കൂടി എടപ്പള്ളി പള്ളിയും പാസ് ചെയ്ത് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ഈ ജംഗ്ഷൻ കാണുമ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്ന്. അങ്ങനെ ഞങ്ങൾ ആ പാത്തയിൽ കൂടി നടന്ന് ഫ്രണ്ട് ഗേറ്റ് എത്തി. ഇനി മനസ്സിലാവാത്തവർക്ക് ഇത് നമ്മുടെ സ്വന്തം ചങ്ങമ്പുഴ പാർക്കാണ് കേട്ടോ. പാർക്കിൻ്റെ ലൊക്കേഷൻ വന്നത് എടപ്പള്ളിയിൽ നിന്ന് പാലാരിവട്ടം പോണ റൂട്ടിൽ എടപ്പള്ളി കഴിയുമ്പോൾ തന്നെ എടപ്പള്ളി സ്കൂളുണ്ട്, അതിനടുത്തായിട്ടാണ്. ആദ്യം തന്നെ ഞാൻ പാർക്കൊന്ന് നടന്ന് കാണിക്കാം നിങ്ങളെ. പിന്നെ ഇവിടെ കയറാനായിട്ട് എൻട്രി ഫീസൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സായിട്ട് തന്നെയാണെങ്കിലും ഫാമിലി ആയിട്ട് തന്നെയാണെങ്കിലും ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് ഇത്. പിള്ളേർക്ക് പറ്റിയ ഒരുപാട് അമ്യൂസ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ. പണ്ട് കൊച്ചിലെ വീട്ടുകാരായിട്ട് വരുമ്പോഴും ഇപ്പോഴും എനിക്ക് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നണത് ഈ കാണുന്ന ഈ പ്ലെയിനാണ് കേട്ടോ. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കിടന്നപ്പോൾ ഒരു കൂട്ടം ആർട്ടിസ്റ്റുകളുടെ ഗ്യാദറപ്പ് നമ്മൾ കണ്ടു. അവിടെ പ്രത്യേകിച്ച് നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ടും പിന്നെ ഒന്നും മനസ്സിലാകാത്തതുകൊണ്ടും നമ്മൾ നേരെ മുമ്പിലോട്ട് കടന്നു. പിള്ളേർക്ക് കളിക്കാൻ അമ്യൂസ്മെന്റ്സ് ഉണ്ട്, ബാക്കിയുള്ളവർക്ക് എന്താണല്ലേന്ന് ചോദിക്കുന്നവർക്കാണ് ഈ സെഷൻ. എപ്പോൾ വന്നാലും ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും കേട്ടോ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ കഥകളിയാണ് ഞാൻ കണ്ടത്. ഇനോഗ്രേഷൻ പരിപാടിയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടുത്തെ ആംഫി തിയേറ്ററിലോട്ട് അങ്ങ് നടന്നു. പറഞ്ഞവരെ ഇതാണ് ഇവിടുത്തെ ആംഫി തിയേറ്റർ. എൻ്റെ പൊന്നു മോനെ, ഒരു രക്ഷയില്ല, കിഡ്ലം വ്യൂ. കുറച്ചു നേരം ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴേക്കും ഇരുട്ട് വീണു തുടങ്ങി. കിട്ടിയ ഗ്യാപ്പിൽ സന്തോഷം ഒന്ന് വിളിച്ചേണ്ടായി വന്നുണ്ടോയെന്ന് ചോദിച്ചു. പറയേണ്ട താമസം, ചെക്കൻ പറന്നെത്തി. പിന്നൊരു ലാപ്പ് അവന്മാരെയും കൂടി നടന്നു. സന്തോഷിനൂടെ ഷാഹിനും ശ്രീരാമും വന്നിട്ടുണ്ടായി. ചുറ്റി വന്നപ്പോഴേക്കും പരിപാടി തുടങ്ങി. അതിനുശേഷം ആ വട്ടക്കല്ലിരുന്ന് കുറച്ചേരം തമ്മി കളിയാക്കിയും കഥയൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. അത് കഴിഞ്ഞ് ഫ്രണ്ട് ഗേറ്റ് വഴി നേരെ പുറത്തോട്ട്, അതിനുശേഷം വീട്ടിലോട്ട്. അപ്പം ശരി.